കല്യാണത്തിലെ ഗ്രൂമിൻ്റെ സിസ്റ്റേഴ്സിന് വേണ്ടി ചെയ്ത ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്ററിൻ്റെ ബേബിക്കും കൂടി ചെറിയ ഫ്രോക്ക് ചെയ്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിറച്ച് ബീഡ്സ് ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരുന്നു, കട്ട് ചെയ്യാനും ഒക്കെ. ഈ ഓറഞ്ച് കളറിൽ അത്ര ബീഡ്സ് ഇല്ലെങ്കിലും നമ്മുടെ ഗ്രീൻ ഷെയ്ഡിൽ ഭയങ്കര നിറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കത്രികയൊക്കെ കൊള്ളാണ്ട് ഒത്തിരി ശ്രദ്ധിച്ചാണ്. പിന്നെ കട്ടിങ് മെഷീൻ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. കട്ടിങ് മെഷീനിൽ അത്ര പ്രശ്നമില്ല കേട്ടോ. കത്രികയൊക്കെ നമ്മുടെ അതിൻ്റെ മൂർച്ചയൊക്കെ പോകും. അപ്പോൾ അതൊക്കെ തയ്ക്കണോടത്തിൽ നിന്നൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത്. ഇത് അംബ്രല്ല കട്ടിങ്ങിൽ ഒരു ഗൗണാണ് കേട്ടോ. ഫുൾ സർക്കിൾ അംബ്രല്ലയിൽ നമ്മൾ ഉള്ളിൽ ഉള്ള പീസ് പ്ലെയിൻ നെറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ സർക്കിൾ അംബ്രല്ലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പുറമേ ഉള്ള ഈ വർക്ക് മെറ്റീരിയൽ നമ്മൾ ഹാഫ് സർക്കിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊരു ഓപ്പണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലാ വെഡ്ഡിങ്ങിനും ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ലേസ് വർക്കൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ ഇവർ ഗ്രൂമിൻ്റെ സിസ്റ്റേഴ്സ് ആയതുകൊണ്ട് വർക്ക് മെറ്റീരിയലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രീൻ ഷെയ്ഡിലായിരുന്നു നമുക്ക് ഇച്ചിരി ടഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ നമ്മൾ ചൂണ്ടവള്ളി ഇട്ടൊക്കെ ഉരുട്ടി ലോക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ മെറ്റീരിയൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത റൗണ്ട് ഫുള്ള് നമ്മൾ ബീഡ്സ് പറിച്ചു കൊടുത്തിട്ടൊക്കെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. പിന്നെ ബേബിയുടെ ഡ്രസ്സും അത് പാറ്റേണിൽ തന്നെയാണ് ചെയ്തത്. ഫുൾ സ്ലീവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വർക്ക് മെറ്റീരിയലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ 2 ദിവസത്തെയൊക്കെ പണിയാണ് കേട്ടോ ഒരു ഗൗണിന് വേണ്ടിയിട്ട് വരുന്നത്.